ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനുമായുള്ള ബന്ധം പുലർത്തൽ അനിവാര്യമാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ഖുർആനിനെ മുഴുവനായി ഖത്മു ചെയ്യൽ അവന് നിർബന്ധമായ കാര്യമാണ്. നമുക്കിടയിൽ എത്രയോ ആളുകൾ അതിൻ്റെ പേജുകളെ ഒന്ന് മറിച്ച് നോക്കാൻ അല്ലെങ്കിൽ അതൊന്ന് നിത്യമായി ഓതാൻ വിസമ്മതിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. നാളെ ആഖിറത്തിലേക്ക് വരുമ്പോൾ ഖുർആനുമായി നിരന്തരം ബന്ധപ്പെട്ട ആളുകൾ, ഖുർആനുമായി ഏറ്റവും കൂടുതൽ സൗഹൃദം പുലർത്തിയ ആളുകൾ നാളെ മഹ്ശറയിൽ വരുമ്പോൾ ആ ഖുർആൻ അവന് അനുകൂലമായി അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷി പറയുന്നതാണ്. മറിച്ച് ആ ഖുർആനുമായുള്ള ബന്ധം നിങ്ങൾ വിട്ടുപിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതേ ഖുർആൻ നാളെ നിങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്നതാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഒരു കയർ കെട്ടിയിട്ടിരുന്ന ഒട്ടകം ആ ഒട്ടകത്തെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഉടമസ്ഥനിൽ നിന്ന് എത്ര ദൂരത്തേക്ക് അത് ഓടിപ്പോകാൻ പോകുമോ അത്ര ദൂരത്തോളം ആ ഒട്ടകം ഓടിപ്പോകാൻ ശ്രമിക്കും. അതുപോലെയാണ് ഖുർആൻ നമ്മളുമായുള്ള ബന്ധം വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ, നിരന്തരം അതിനെ ഓതാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, അതിനെ പാരായണം ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ, അതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ആ മനുഷ്യനിൽ നിന്ന് വിട്ടുപിരിയുന്നതാണ്. എത്ര ദൂരത്തോക്കം പോകുമോ അത്ര ദൂരത്തേക്കും അത് മൺമറഞ്ഞു പോകും. പിന്നെ ഒരിക്കലും ആ ഖുർആനുമായുള്ള ബന്ധം നിലനിർത്താൻ നമുക്ക് കഴിയുകയില്ല. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമർ എന്ന് അള്ളാഹു തന്നെ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത്, പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പാലിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ബിസിനസ് രംഗത്തെ മികച്ച പ്രൊഫഷനുകളിലും IT വിദഗ്ധരുമൊക്കെ ആയി മാറാറുണ്ട്, അല്ലേ? നാം അതിനുവേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കി അവരെ പഠിപ്പിക്കാറുമുണ്ട്. അവരിൽ എത്ര പേർ നമ്മുടെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്നവർ ആകുമെന്ന് ഉറപ്പുണ്ടാകും? നിങ്ങൾ ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ നാളെ പരലോകത്ത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കുതിച്ചു കയറിക്കൊള്ളുക. എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ പണ്ഡിതരാവണം, ഖുർആൻ പഠിക്കുന്നവരാകണം, പഠിപ്പിക്കുന്നവരാകണം, അതിനെ മനസ്സിലാക്കുന്നവരാകണം എന്ന് ചിന്തിക്കുന്നില്ല? ഇനിയെങ്കിലും നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കാര്യത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ അടിവരയിട്ട് കുറിച്ചു വെക്കുക. ഈ നശ്വരമായ ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുവൻ ശാശ്വതമായ ആഖിറത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുവനേക്കാൾ ഉത്തമനല്ല എന്നുള്ള കാര്യം.